ഹലോ നമസ്കാരം. ചന്ദ്ര കണ്ടിട്ട യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പ്രധാന സംഭാഷണം എന്തിനെക്കുറിച്ചാണ്, എപ്പോഴാണ് ഈ ഒരു സംഭാഷണം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള റീഡിംഗ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുന്നതിനായിട്ട് തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ള 3 ചിത്രങ്ങൾ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന 3 ഡെക്കുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇൻഡ്യൂട്ടീവിൽ വേണം നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം ഏത് മെസ്സേജാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത്, ആ മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കണക്കാണ്. നിങ്ങൾ ഈ ഒരു നിമിഷം വീഡിയോ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1, നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പ്രധാന സംഭാഷണം അതെന്തിനെ കുറിച്ചാണെന്ന് നോക്കാം. സോർട്സ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, അത്രയും വേദന തരുന്ന ഒരു സംഭവമുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അത്രയും വേദന ഉണ്ടാക്കുന്ന ഒരു ഘട്ടം. ഓക്കെ, ആ ഘട്ടത്തിന്റെ അവസാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം തിരിച്ചു വരുന്നു, ഓക്കെ, അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭാഷണമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു വിജയം ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു സംഭാഷണത്തിലൂടെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നതായിട്ട് നിങ്ങൾ തിരിച്ചറിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ അവസാനിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. കൂടുതൽ ഒരു സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു സംഭാഷണമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാണ് എൻ്റെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാണ്. അത്തരത്തിലൊരു സംഭാഷണമാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് കാണുന്നുണ്ട്. ഒരു ഫെമിനിൻ എനർജിയാണ് കാണുന്നത്. നിങ്ങളോട്ടും ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷിക്കാത്ത വ്യക്തിയാണ് എന്ന് കാണുന്നു. നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു കമ്മ്യൂണിക്കേഷനോട് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളെ വളരെയധികം അത് സർപ്രൈസ് ചെയ്യിക്കുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ച നൽകുന്ന ഒരു സംഭാഷണം കൂടിയാണ്. അപ്പോൾ എന്താണോ ഈ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്ത് പറയുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ്, വളരെ ക്ലിയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സംശയം ഉണ്ടാവില്ല, ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലയോ, അങ്ങനത്തെ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് കാണുന്നു. കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു ഫെമിനിൻ എനർജിയാണ്, പക്ഷെ അവർക്ക് വളരെ ക്ലിയർ ബൗണ്ടറീസ് ഉള്ള ഒരാളാണ്. അവര് അതിന് ഇമോഷൻസ് കംപ്ലീറ്റ്, അവർക്ക് ശരിക്കുള്ള ഇമോഷൻസ് എന്താണോ അത് കംപ്ലീറ്റ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. ഓക്കെ, ഇത് സംഭവിക്കുന്നതിന് ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. പിന്നെ ഈ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നു എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കാത്തിരുന്ന ഒരു സംഭാഷണമാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്ര നാൾ കാത്തിരുന്നത്, കഷ്ടപ്പെട്ടത്, ആ ഒരു കാര്യം തന്നെയാണ് ഈ സംഭാഷണത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും ഒരു സന്തുലിതാവസ്ഥയും വരുന്നതായിട്ട് കാണുന്നു. സന്തുലിതാവസ്ഥ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റിസ്, നിങ്ങൾക്ക് അർഹിക്കുന്ന ന്യായമായ ഒരു മാറ്റമാണിത്. ഓക്കെ, ന്യായമായ തരത്തിലുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നീതി നടപ്പാക്കുന്നതാണ് ഈ ഒരു സംഭാഷണം. അപ്പോൾ ഇതെന്താണോ സംഭാഷണം പറയുന്നത്, അത് നിങ്ങൾക്ക് നീതിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയങ്ങളും നേട്ടങ്ങളും ഒരു വളരെ നിങ്ങൾക്കൊരുപാട് ഒരു തരത്തിൽ എന്താ പറയണ്ടേ പവർ നൽകുന്ന ഒരു സംഭാഷണമാണിത്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയാണോ ഈ സംഭാഷണത്തിന്റെ ഉള്ളടക്കം, അത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതും നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് ഒരു ആത്മവിശ്വാസം തരികയും ഒരു ആത്മധൈര്യം തരികയും ചെയ്യും. അതായത് ഇത് എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ വിജയമാണ്, ഞാൻ നേടിയെടുത്ത വിജയമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. നിങ്ങളുടെ ആ ഒരു മനോധൈര്യത്തിന്റെയും അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെയും അവിശ്വാസം, ഈശ്വരമുള്ള വിശ്വാസം കൈവിടാത്തതിനും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു സമ്മാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യമായൊരു ഗ്ലോ അപ്പ് ഈ ഒരു സംഭാഷണം സംഭവിച്ചതിന് ശേഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ശരിയായ ശക്തി തിരിച്ചറിയുന്നു. നിങ്ങളുടെ ശരിയായ ആ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് അത്രയും ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് കിട്ടുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതം ഇനി അങ്ങോട്ട് വളരെ നല്ലതാണ് എന്നൊരു ഉറപ്പും നിങ്ങൾക്ക് ഈ ഒരു സംഭാഷണത്തിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര നാൾക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭാഷണം, എപ്പോഴാണ് ഈ ഒരു സംഭാഷണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് ഗ്രൂപ്പ് 1 ഈ ഒരു സംഭാഷണം ലഭിക്കാനായിട്ട് പോകുന്നത്? ഓക്കെ, ഇപ്പൊ തുടങ്ങി 4 മാസത്തിന് ശേഷം തൊട്ട് 8 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു സംഭാഷണം നടക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എപ്പോഴും ഓർക്കുന്ന ഒരു വഴിത്തിരിവായിരിക്കും ഈ ഒരു സംഭാഷണം. നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഗതി മാറ്റുന്ന വളരെ നല്ല രീതിയിൽ, ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറുന്ന ഒരു സമയമാണിത്. ഇപ്പൊ തുടങ്ങി 4 മാസത്തിന് ശേഷം തൊട്ട് 8 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു സംഭാഷണം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ 2ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പ്രധാന സംഭാഷണം എന്താണ്, എന്തിനെ കുറിച്ചാണ് എന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാന സംഭാഷണം എന്തിനെ കുറിച്ചിട്ടാണ്? ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണിക്കുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പുതിയ തുടക്കം, ഈ പുതിയ അധ്യായത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാനും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു വളരെയധികം ഒരു സംതൃപ്തി തോന്നുന്ന ഒരു പുതിയ തുടക്കമാണെന്ന് കാണുന്നു. വളരെ എക്സൈറ്റിംഗ് ആണ്. ഒരുപാട് വളർച്ച, ഒരുപാട് പുരോഗതി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു പുതിയ അധ്യായം. ഈ അധ്യായത്തിന്റെ തുടക്കമാണ് ഈ സംഭാഷണത്തിലൂടെ നിങ്ങൾ അറിയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു സന്തുലിതാവസ്ഥയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന, ഒരു സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു സമയം. ഇത് നിങ്ങൾ അർഹിക്കുന്ന ഒരു പുതിയ അധ്യായം. ഈ ഒരു അധ്യായം നിങ്ങൾ അർഹിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മേലെയാണ് എന്നൊരു മെസ്സേജും കൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് ലോങ് ടേമിലേക്കുള്ളതാണ് കേട്ടോ. കുറച്ച് നാൾ വന്നു പോകാനുള്ള ഒരു സമയമല്ല, ഇത് ലോങ് ടേമിലേക്കുള്ള ഒരു മാറ്റമാണ്. സാമ്പത്തികമായിട്ടൊരു ഉന്നതി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സാമ്പത്തികമായിട്ടൊരു പുരോഗതിയും ഒരു സാമ്പത്തികമായിട്ടൊരു ഭദ്രതയും ഉണ്ടാവുകയാണ്. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ തന്നെയാണ് കാര്യമായ മാറ്റം കാണുന്നത്. നിങ്ങളുടെ കരിയറിലും അതുപോലെ സാമ്പത്തിക സ്ഥിതിയിലും കാര്യമായ മാറ്റം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റം കാണുന്നു. കൂടുതലൊരു സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു. കൂടുതലൊരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു സാമ്പത്തിക സുരക്ഷ നിങ്ങൾ അനുഭവിക്കുന്നു. സാമ്പത്തിക സമൃദ്ധി നിങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ജീവിതം അങ്ങനെ സ്റ്റേബിൾ ആകുന്നതായിട്ട് നിങ്ങൾ തിരിച്ചറിയാണ്. ആരിൽ നിന്നാണ് ഈ ഒരു സംഭാഷണം വരുന്നത്? ഒരു വാട്ടർ സൈൻ മെസ്ക്ലിൻ എനർജിയാണ് കേട്ടോ. ഒരു വളരെ ഒരു മനസ്സിനൊരു എന്താ പറയാ, വളരെ ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തി എന്ന് കാണുന്നു. നിങ്ങളോട് ഒരു സ്നേഹവും ഒരു കരുണയും അല്ലെങ്കിൽ ഒരു കരുതലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് കിട്ടുന്നത്. നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഞാൻ കാണുന്നുണ്ട്. അതെ, അതായത് നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും ഇടയിൽ ഒരു വിഷമുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഇവരിൽ നിന്ന് നിങ്ങൾക്കും ഈ വ്യക്തികളിൽ ഒരു സെപ്പറേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണ് വിഷമം അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു തരത്തിലെയും മറ്റു തരത്തിലും ഈ ഒരു വ്യക്തിയും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. നിങ്ങൾ ആ വിഷമം അനുഭവിക്കാണ്ടായ സാഹചര്യത്തിൻ്റെ ഭാഗമായിരുന്നു. അന്ന് അവർക്ക് അതിനൊരു മാറ്റം വരുത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് കാണുന്നു. ഓക്കെ, ജോലി സംബന്ധമായിട്ട് തന്നെയാണ് കാണുന്നത്. യെസ്, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സംഭാഷണം സംഭവിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങളുടെ ജോലിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭാഗ്യങ്ങളുടെ ഒരു തുടക്കം ഉണ്ടാകുന്നത്. കാരണം അതാണ് ഡിവൈൻ ടൈം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തികളോട് തന്നെയാണ് നിങ്ങളുടെ ഒരു ഭാഗ്യം അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ എന്തെങ്കിലും സങ്കടം അനുഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ സിറ്റുവേഷന് ഈ ഒരു വ്യക്തി അതിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ
ഇതേ വ്യക്തിയിലൂടെ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ജോലിയിൽ നിങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ തുടക്കം ഉണ്ടാവുന്നത്. ഓക്കെ, അവർ തന്നെയാണ് ഇതിന്റെ രണ്ടിന്റെയും കോമൺ ഫാക്ടർ എന്ന് കാണുന്നു. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങളെ എന്താണ് നിങ്ങൾക്കുള്ള ഒരു നിങ്ങളിപ്പോൾ എന്തൊക്കെ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നു, എന്തൊക്കെ നിങ്ങൾക്കൊരു ഭാരമായി നിങ്ങളുടെ ജീവിതത്തിൽ തോന്നുന്നുണ്ടോ അതൊക്കെ അവസാനിക്കുന്ന ഒരു സമയം. ഓക്കെ, വളരെ പുതിയൊരു തുടക്കം എന്ന് കാണുന്നു. ഒരു പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലുള്ള മാറ്റമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, നിങ്ങൾ കാത്തിരുന്ന മാറ്റം, നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം. ഓക്കെ, പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ കരിയർ സിറ്റുവേഷനിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടിയിട്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതിന് ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവാം. അതിലും ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്, അല്ലെങ്കിൽ അത് വിറ്റ്നസ് ചെയ്തിട്ടുള്ള, അന്ന് നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തി തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിലൂടെ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു കരിയറിൽ ആ ഒരു പോസിറ്റീവ് ചേഞ്ച്, ആ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അവരാണ് ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, അവരിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതും ഈ ഒരു വ്യക്തിയിലൂടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര നാൾക്കുള്ളിൽ അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വരാമെന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഈ ഒരു പ്രധാന സംഭാഷണം അവരുടെ ജീവിതത്തിൽ എപ്പോഴാണ് നടക്കുക? ഇത് കുറച്ചധികം നാളെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുമല്ലോ. ഓക്കെ, ഇപ്പൊ തുടങ്ങി 2 വർഷത്തിന് ശേഷം തൊട്ട് 4 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 2 വർഷത്തിന് ശേഷം തൊട്ട് 1 മാസത്തിനുള്ളിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഫ്യൂച്ചറിലേക്ക് ഇരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. അതായത് ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തന്നെ ഈ ഒരു എനർജി ഷിഫ്റ്റ് ഉണ്ട്, പക്ഷെ അതിന് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തിന് കാത്തിരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. അപ്പോൾ ഈ ഒരു പ്രധാന സംഭാഷണം നിങ്ങൾ എന്തായാലും തേടിയെത്തുന്നതാണ് എന്ന് കാണുന്നു. ഇത് ഈ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു കരിയറിൽ നിങ്ങളുടെ ഭാഗ്യത്തിലും ഒരു നല്ല മാറ്റം കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിനായിട്ട് പ്രതീക്ഷയോടെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഗ്രൂപ്പ് 2 ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യക്തിഗത റീഡിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇത് 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പ്രധാന സംഭാഷണം എന്തിനെ കുറിച്ചാണ് നമുക്ക് നോക്കാം. ഏസ് ഓഫ് വാൻസ് തന്നെയാണ് കിട്ടിയിരിക്കണേ. ഒരു പുതിയ കരിയർ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്, പുതിയൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വളർച്ച ഉണ്ടാക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് ലാഭകരമായിട്ടുള്ള ഒരു അധ്യായത്തിൻ്റെ തുടക്കം കുറിക്കുന്നതാണ് ഈ ഒരു സംഭാഷണം. നിങ്ങളിത് ഒരു വലിയ നേട്ടമായിട്ട് കാണുന്നു കേട്ടോ. ഇത് വലിയൊരു ഗുഡ് ന്യൂസാണ്. നിങ്ങൾക്കിത് വളരെയധികം സന്തോഷം തരുന്നൊരു ഗുഡ് ന്യൂസാണ്. ഏതൊരു സിറ്റുവേഷനിലാണോ നിങ്ങൾ ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ടുള്ളത്, ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബിട്രയൽ, ആരെങ്കിലും നിങ്ങൾ ചതിച്ചത് കൊണ്ടോ ഒരു ചതി, ഒരു വഞ്ചന സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുള്ളത്, അതേ മേഖലയിൽ നിങ്ങൾക്ക് ഒരു വലിയ സക്സസ് ഉണ്ടാകുകയാണ്. അതാണ് എനിക്ക് കിട്ടുന്ന എനർജി. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഈ ഒരു സങ്കടം ഉണ്ടായപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനയും വിഷമവും, നിങ്ങൾക്ക് ഒരുപാട് ആൻസൈറ്റി ഉണ്ടായിട്ടുണ്ട്, വളരെ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. ഓക്കെ, അത്രയും വിഷാദം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ തന്നെയാണ് സംഭവിക്കുന്നത്, ഈ ഒരു മാറ്റവും സംഭവിക്കുന്നത്. നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പറായിട്ട് കാണുന്നു ഈ ഒരു വ്യക്തി. ഓക്കെ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നതി വ്യക്തി അല്ല, അതെ, ആരിൽ നിന്നാണ് നിങ്ങൾക്ക് സംഭാഷണം ലഭിക്കുന്നത് അത് ആ വ്യക്തി നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പറാണ്, നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പറാണ്. ഓക്കെ, പിന്നെ അവർക്കൊരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്, വളരെ ഒരു സ്നേഹം, ഒരു കരുതൽ ഉള്ള, ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അവരുടെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് വളരെ അട്രാക്റ്റീവ് ആണ്, വളരെ അക്കംപ്ലിഷ്ഡ് ആണ്. അവരുടെ ലൈഫിലും അവരുടെ കരിയറിലൊക്കെ ഒരു വെൽ സെറ്റിൽഡ് ആണ്, ഒരുപാട് അക്കംപ്ലിഷ്മെന്റ്സ് ഉള്ള ഒരാളാണ്. പിന്നെ അവർക്ക് ആ ഒരു വളരെ ആ ഒരു സ്നേഹവും കരുതലും പരിഗണനയും ഒക്കെ നാച്ചുറലി ഒരു അമ്മയുടേത് എന്നുള്ള പോലത്തെ ആ ഒരു കെയറിംഗ് ഒക്കെ ഉള്ള ഒരു വ്യക്തി, ഒരു ഫെമിനിൻ എനർജിയാണ് അവരിൽ കൂടുതലായിട്ട് കാണുന്നത്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. ഓക്കെ,
അപ്പോൾ ആ ഒരു വ്യക്തിയിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ വിജയമാണെന്ന് കാണുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഇതെന്നും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ കരിയറിൽ വളരുന്നതിന് ഈ ഒരു അവസരം നിങ്ങളെ സഹായിക്കുന്നതായിട്ടും കാണുന്നു. ഇതൊരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ വ്യക്തി നിങ്ങൾ ഓൺലൈനിലൂടെയാണ് കോണ്ടാക്ട് ചെയ്യുന്നതും ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതും. ഇത് നിങ്ങൾ അർഹിക്കുന്ന, നിങ്ങൾക്കത് ആ ഒരു അവസരത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് നിങ്ങൾ ആഗ്രഹിച്ചത്, ഇതാണ് നിങ്ങൾ അർഹിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു അവസരം ഉണ്ട് എന്നറിയാം ഇല്ലേ? ആ ഒരു അർഹിക്കുന്ന അവസരം തന്നെയാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ഇതിലൊരു ചിലപ്പോൾ ഒരു യാത്രക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. ഈ ഒരു അവസരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു യാത്രക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതാണെന്നും കൂടെ കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടി നിൽക്കണം എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആത്മവിശ്വാസം വളരെയധികം ഉണ്ടായിരിക്കണം. ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ ഒരു സോളിഡ് ഫൗണ്ടേഷൻ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസരമാണെന്ന് മനസ്സിലാക്കണം. ഈ ഒരു വ്യക്തി എന്ന് തോന്നുന്നു നിങ്ങളും അവരുടെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന വ്യക്തിയാണ് എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റിയെടുക്കുന്നതിനും ആണ് അവർ ഈ ഒരു അവസ്ഥ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിലൂടെ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിനും ഒരു സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഒരു ഫൈനാൻഷ്യലി ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും ഈ ഒരു പുതിയ തുടക്കം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള ലാഭങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, അത് സാമ്പത്തികമായിട്ട് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു പുതിയ തുടക്കമാണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ? പിന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ ഒരു ചിലപ്പോൾ ബിസിനസ് ഐഡിയ ആയിരിക്കാം. ഒന്നില്ലെങ്കിൽ 9 to 5 ജോബ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ആണ് എന്നാണ് കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ നിങ്ങളൊരു വഞ്ചന അനുഭവിച്ചിട്ടുള്ളത്, നിങ്ങൾക്കൊരു ചതി പറ്റിയിട്ടുള്ളത്, ഓക്കെ, നിങ്ങൾ അതിലൂടെ ഒരുപാട് വേദനിച്ചിട്ടുള്ളത്, ഒരുപാട് നിങ്ങൾ ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന വളരെ നല്ലൊരു മാറ്റം വരുന്നത്. അതിനെ സംബന്ധിക്കുന്ന ഒരു ഗൈഡൻസ് ആണ് എന്ന് കാണുന്നു, അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു സംഭാഷണമാണ് നടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഈ ഒരു അവസരം നൽകുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ അവസരത്തെക്കുറിച്ച് നിങ്ങൾ അറിയിക്കുന്നതായിട്ടാണോ എനിക്ക് കാണുന്നത്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അവസരമാണെന്ന് കൂടെ കാണുന്നു. പക്ഷെ നിങ്ങൾ തന്നെയാണ് അത് നേടിയെടുക്കുന്നത്. കാരണം ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തുടങ്ങി അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു സംഭാഷണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3യിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് എപ്പോഴാണ് ഈ ഒരു സംഭാഷണം, ഈ ഒരു പ്രധാന സംഭാഷണം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇത് വളരെ പെട്ടെന്നാണ് കേട്ടോ. ഇപ്പൊ തുടങ്ങി 7 ദിവസത്തിന് ശേഷം തൊട്ട് 5 ആഴ്ചക്കുള്ളിൽ ഈ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ തുടങ്ങി 7 ദിവസത്തിന് ശേഷം തൊട്ട് 5 ആഴ്ചക്കുള്ളിൽ ഈ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. അതിനുള്ള സാധ്യത വളരെ ഫേവറബിൾ ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പ്രതീക്ഷയോടെ ഇരിക്കുക, കാത്തിരിക്കരുത്. സംഭവിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ അത് പ്രതീക്ഷയോടെ ഇരിക്കുക. ഓക്കെ, പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. കാത്തിരിക്കുമ്പോൾ, വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ടോണാണ്, അല്ലെങ്കിൽ ഒരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ് അവിടെ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുക, വളരെ കോൺഫിഡൻറ്റോടെ ഇരിക്കുക. ഇത് നിങ്ങൾ അർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതാണെന്ന് മനസ്സിലാക്കുക, ഇത് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഗൈഡൻസ് ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്